ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കണതേ ഇത് മാവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ ഉണ്ടാക്കി നോക്കിയതിൽ ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻസൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. ഈ മാവ അല്ലെങ്കിൽ കോയ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം ഞാനും അങ്ങനെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാം എന്നുള്ള വിചാരത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. അൺഫോർച്ചുനേറ്റ്ലി ഇത് അട്ടർ ഫ്ലോപ്പായി പോയ ഒരു റെസിപ്പിയായിരുന്നു. പക്ഷെ ഞാനിതുകൊണ്ട് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി. അത് ആക്ച്വലി അടിപൊളിയായിരുന്നു. ടേസ്റ്റ് ഒന്നും പോയിട്ടില്ല, പക്ഷേ ഉണ്ടാക്കിയ ടെക്സ്ചർ മാറിപ്പോയി. അതെങ്ങനെ മാറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ദേ ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ച് 2 കപ്പ് പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പാൽപ്പൊടിയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ പാൽപ്പൊടിയുടെ അതേപോലെ തരിതരിയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ എനിക്കങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഇതാ ഇത് പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ ഇളക്കി കൊടുത്ത് അതിനെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലിക്വിഡ് ഫോമിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ഈ പാല് കുറച്ച് പാൽപ്പൊടി പോലെ തന്നെ പിരിഞ്ഞിട്ടാണ് ഇതിന് നമുക്ക് കിട്ടേണ്ടത്. ഇത് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഈ ബർഫി, പാൽഗോവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണതാണ്. പക്ഷേ എനിക്ക് വന്നപ്പോൾ ദാ ഇങ്ങനെ വന്നു. ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു പോരണ ഒരു ഫോമിലാണ് കിട്ടേണ്ടത്. പക്ഷേ എനിക്ക് വന്നപ്പോൾ ദാ ഈ ഒരു ലിക്വിഡ് ഫോമിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രത്തിൽ നിന്ന് വരാനായിട്ട് ഞാൻ 2 ആളെ പുറത്തുനിന്ന് വിളിക്കേണ്ടി വന്നു. അത്രയും ഇതങ്ങ് ഉറച്ചു പോയി. അപ്പോൾ അത്ര നല്ല ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഞാൻ ആ ഉറച്ചതാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അലിയിച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്താ മിസ്റ്റേക്ക് എന്ന് ആക്ച്വലി എനിക്കും ഇതുവരെ അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.